മനുഷ്യനെ ഏദനിൽ സൃഷ്ടിച്ചാക്കി. ദൈവവചനം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വാക്യം നമുക്കിങ്ങനെ വായിക്കുവാൻ കഴിയും. മനുഷ്യനെ സൃഷ്ടിച്ചതിനു ശേഷം ദൈവം സൃഷ്ടിച്ചതിനെ എല്ലാം ദൈവം മനുഷ്യന്റെ മുൻപിൽ കൊണ്ട് നിർത്തിയിട്ട് മനുഷ്യൻ അതിന് എന്ത് പേർ വിളിക്കും എന്ന് കാണുവാൻ യഹോവയായ ദൈവം നോക്കി. അതിനുശേഷം ദൈവം മനുഷ്യനെ ഒന്ന് നോക്കി എന്ന് വ്യക്തമായി എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ വേഗത്തിൽ എടുത്തൊന്ന് വായിച്ചിട്ട് അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. ആദ്യം യഹോവ കണ്ടത് മനുഷ്യൻ സൃഷ്ടിച്ചതിനൊക്കെ എന്ത് പേർ വിളിക്കുമെന്ന് യഹോവ കാണുവാൻ, മനുഷ്യൻ ഇതിനൊക്കെ എന്ത് പേര് വിളിക്കുമെന്ന് കാണുവാൻ നോക്കി. അടുത്തത് ദൈവം മനുഷ്യനെ നോക്കി കണ്ട ഒരു വലിയ സത്യം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഭൂമിയിൽ മനുഷ്യന്റെ ഹൃദയ നിരൂപണങ്ങൾ ദോഷമുള്ളത് എന്ന് ദൈവം കണ്ടു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ, എന്റെ ഹൃദയം നിന്നിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ തന്നെ എന്റെ ഹൃദയത്തിൽ എന്തൊക്കെ നിരൂപണങ്ങൾ ഉണ്ടെന്ന് ദൈവം കാണുന്നു. ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആഴമേറിയ ശക്തമേറിയ ആലോചനകൾ, മനുഷ്യന്റെ നിരൂപണങ്ങൾ ദൈവം അനുവദിച്ചാൽ ഇനി ഒരവസരത്തിൽ ഞാനത് സംസാരിക്കും. മനുഷ്യന്റെ നിരൂപണങ്ങൾ എന്തൊക്കെ? ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള നിരൂപണം എന്ത്? ദൈവത്തിന്റെ നിരൂപണങ്ങൾക്ക് വിരുദ്ധമായി മനുഷ്യൻ ജീവിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്ത്? ശക്തമേറിയ ഒരു ആലോചന അതിൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ പകലിൽ ഒരു കാര്യം മാത്രം പറഞ്ഞ വാക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ നിരൂപണങ്ങൾ ദൈവസന്നിധിയിൽ തികവുള്ളതാണോ, ദൈവത്തിന് ഹിതമുള്ളതാണോ, ദുഷ്ടന് പ്രവർത്തിക്കുവാൻ അവകാശങ്ങളെ കൊടുക്കുന്ന നിരൂപണങ്ങളാണോ നമ്മുടേത്? ഞാൻ ഒരു വാക്ക് കൂടെ ചേർത്ത് പറയട്ടെ. പിശാച് നേരിട്ട് വന്നല്ല പ്രവർത്തിക്കുന്നത്, മനുഷ്യന്റെ നിരൂപണങ്ങളിൽ കൂടി, ചിന്തകളിൽ കൂടി. മനുഷ്യൻ തെറ്റായത് ചിന്തിക്കുമ്പോൾ, ആകാത്തത് ചിന്തിക്കുന്ന ഇടത്തുനിന്ന് പ്രവർത്തിക്കുവാൻ പിശാചിന്റെ പണിശാലകളാക്കി നിരൂപണങ്ങളെ മാറ്റുന്നു പിശാച്. ആയതുകൊണ്ട് നമ്മുടെ എല്ലാം നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ചിന്തകളും വിചാരങ്ങളും ദൈവത്തിന് ഹിതമുള്ളതാകട്ടെ. കേൾക്കപ്പെട്ട വചനത്തിന്റെ കീഴിൽ മുൻപോട്ടുള്ള ദൈവിക പദ്ധതികളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയിക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ നിരൂപണങ്ങളെ ക്രമപ്പെടുത്തുന്നു എങ്കിൽ കേട്ട ദൈവിക ആലോചനകൾ വരും ദിവസങ്ങളിൽ അത്ഭുതപ്പെടുത്തുന്നത് പോലെ ജീവിതത്തിൽ വന്നു ചേരും. എന്നാൽ നിരൂപണങ്ങൾ ദൈവത്തിന് ഹിതമല്ലാത്തതാക്കി തീർത്താൽ കേട്ടത് ഭംഗി വാക്കുകൾ പോലെ ജീവിതത്തിൽ നിറവേറാതെ ഹല്ലേലൂയ ദൂരത്ത് മാറി നിൽക്കുന്ന അവകാശങ്ങൾ പോലെ ആയിത്തീരുമെന്ന് പരിശുദ്ധാത്മാവ് സഭയോട് ദൂത് വിളിച്ചു പറഞ്ഞു. വ്യക്തമാക്കി തരാം ഒന്നുകൂടി. ദൈവദാസനിലൂടെ ശക്തമേറിയ ഭാവിയുടെ ആലോചനകൾ കേട്ട പലരും ഇതിന്റെ ഉള്ളിലുണ്ട്. എന്നാൽ ദൈവാത്മാവ് ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു, നിരൂപണങ്ങൾ ദൈവസന്നിധിയിൽ ക്രമപ്പെടുത്തിയില്ല എങ്കിൽ കേൾക്കപ്പെട്ടത് ഭംഗിവാക്കുപോലെ അകന്നു മാറിപ്പോകും. നിന്റെ നിരൂപണങ്ങൾ നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങളെ സാധൂകരിക്കുന്ന, ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള പ്രവർത്തന മണ്ഡലമാക്കി തീർക്കുന്നു എങ്കിൽ
ദൂത് പറഞ്ഞതിനേക്കാൾ വേഗത്തിൽ അത് ജീവിതത്തിൽ സംഭവിക്കുവാനിടയായി തീരും. എല്ലാത്തിൻ്റെയും പുറകിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള കളമൊരുക്കി തീർക്കുന്ന നിരൂപണങ്ങളായി തീരട്ടെ നമ്മുടെ നിരൂപണങ്ങൾ. ആമേൻ. കേൾക്കപ്പെട്ട വചനത്തിന്റെ കീഴിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ദാവീദ് പറയുന്നു, എന്റെ നിരൂപണങ്ങൾ നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാഗ്ദത്തം പറഞ്ഞ ദൈവം വാഗ്ദത്തം നിവർത്തീകരിക്കുവാൻ ആമേൻ ഹല്ലേലൂയ നമ്മെ നോക്കുമ്പോൾ നമ്മുടെ നിരൂപണങ്ങൾ, ആമേൻ, ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, മനുഷ്യന്റെ നിരൂപണങ്ങൾ ദോഷമുള്ളത് എന്ന് യഹോവ കണ്ടു. ദോഷമുള്ള നിരൂപണങ്ങളാണെങ്കിൽ വാഗ്ദത്തങ്ങൾ നിറവേറാതെ പോകും. ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള നിരൂപണങ്ങളാണ് നമ്മുടേതെങ്കിൽ ദൈവം പറഞ്ഞതിനേക്കാൾ വേഗത്തിൽ അത് നിവർത്തിച്ചു തരും. കേൾക്കപ്പെട്ട വചനത്തിന്റെ കീഴിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആമേൻ. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ധാരാളമായി